ഹലോ, ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പി. ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ കൊച്ചിലെ മുതൽ എല്ലാവർക്കും ഉപ്പുമാവ്, പുട്ട് എന്നൊക്കെ പറയുന്നത് കുറച്ച് മടിയുള്ള കാര്യമായിരിക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. എന്നാൽ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുള്ളവരും ഉണ്ടാവാം. എനിക്കെന്ന് പറഞ്ഞാൽ കൊച്ചിലെ മുതൽ ഉപ്പുമാവെന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ശരി, ഡിന്നറിനാണെങ്കിലും ശരി. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെയാണല്ലോ നമുക്ക് കൊച്ചിലെ നമ്മുടെ അമ്മമാരുടെ റെസിപ്പി എന്താണോ അത് വെച്ചിട്ടാണല്ലോ അവർ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ഈ ഒരു ഉപ്പുമാവെന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിലെ മുതൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഉപ്പുമാവെന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാൻ എടുത്തു. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തു. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചു. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഉഴുന്ന് ചേർത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചാലും വേറെ മറ്റു പല വീടുകളിൽ പോയി കഴിച്ചാലും ഈ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഉപ്പുമാവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാൻ ചേർത്തത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ഞാൻ ചേർത്തു. അപ്പോൾ ജിഞ്ചർ മസ്റ്റായിട്ട് എല്ലാവരും ഉപ്പുമാവിൽ ചേർക്കുന്നതാണ്. ഗാർലിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓപ്ഷണലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങളുടെ ഉപ്പുമാവിന് നിർബന്ധമായിട്ടും ഗാർലിക് ഇടും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചിലവർക്കൊക്കെ ഈ റവ എന്നൊക്കെ പറയുന്നത് ചില സമയത്തെങ്കിലും സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവാറുണ്ട്, വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സേഫ്റ്റിക്ക് നമ്മൾ ഗാർലിക് ഇടുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കരിയാപ്പില ഇട്ട് പിന്നെ ഒരു ചെറിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടു. പിന്നെ ഈ ഒരു നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഉഴുന്നിടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഇടുമ്പോഴത്തേനും അതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം. ഈ സവോള എന്ന് പറയുന്നതും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളറാവണം. നമ്മൾ വളരെ ധൃതിയിൽ നമ്മൾ തട്ടിക്കൂട്ടി ഇഞ്ചിയുടെയും സവോളയുടെയൊക്കെ ഒന്ന് വേവാവുന്നതിന് മുന്നേ നമ്മൾ റവയിട്ട് ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 2 വത്തൽ മുളകും കൂടെ പൊട്ടിച്ച് ഇട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, സവോള ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആവാനും പെട്ടെന്നൊന്ന് വെന്ത് കുക്കാവാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ ഇപ്പോഴേ വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ എൻ്റെ ഉപ്പുമാവിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് റെസിപ്പി വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ കറക്റ്റായിട്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഞാനിതാ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവയാണെങ്കിൽ പോലും ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഒന്നും കൂടി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എൻ്റെ ഉപ്പുമാവിന് ആഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പുമാവിന് വളരെ ഡ്രൈ ആയിട്ടാണ് ഉപ്പുമാവ് ഇരിക്കേണ്ടതെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം എടുക്കാം. പിന്നെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടതെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം കൊടുക്കാം. ലൂസായിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് ഇരിക്കേണ്ടതെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം കൊടുക്കാം. അപ്പോൾ എൻ്റെ ഉപ്പുമാവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. എൻ്റെ ഉപ്പുമാവ് എന്ന് പറയുന്നത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം എനിക്ക് ഡ്രൈയും വേണ്ട, ഒരുപാട് വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഓവറും വേണ്ട. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ റവ എന്ന് പറയുന്നത് പ്ലേറ്റിലേക്ക് മാറ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സെയിം മെഷറിങ് കപ്പിലേക്ക് തന്നെ എനിക്ക് വെള്ളം എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഞാനിതാ വെട്ടി തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉപ്പുമാവിന് വെളിച്ചെണ്ണ മാത്രമല്ല ഗീയും കൂടി ഞാൻ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ ടേസ്റ്റിനും അതുപോലെ തന്നെ നല്ല ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ജിഞ്ചർ ആണെങ്കിലും ഗാർലിക് ആണെങ്കിലും എൻ്റെ സവോളയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെട്ടി തിളച്ചിരിക്കുന്ന 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു.
ഓക്കെ, അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് വല്ലതും, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ആഡ് ചെയ്തുള്ളൂ, അപ്പോൾ ബാക്കി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ആ വെള്ളത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ റവ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക്, ആ വെള്ളത്തിലേക്കാണ് ഞാനിടുന്നത് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ വെള്ളത്തിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ ഒരേപോലെ നമുക്ക് ഗീയിലേക്ക് ഫ്ലേവറായിട്ട് റവയിലേക്ക് ഗീ എന്ത് ചെയ്യും, സ്പ്രെഡ് ആയിക്കോളും. അതേ സമയത്ത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷമാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും ഫ്ലേവർ എത്തണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് തന്നെ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് അതൊന്നും ഗീയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വരണം. അപ്പം വെള്ളം തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടു. എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ ലോ ഫ്ലെയിമിലാക്കും കേട്ടോ. കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കറക്റ്റാണ്, അത് വറ്റിപ്പോവാൻ പാടില്ല. അതിനുശേഷം ഞാനിതാ 1 കപ്പ് റവ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. റവ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ടിപ്സ് എന്ന് പറയുമ്പോഴത്തേനും ഗീ ആഡ് ചെയ്യണം കേട്ടോ. ഗീ ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ റവ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റീവായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ റവ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് റവ കംപ്ലീറ്റ് വെള്ളത്തിൽ ഒന്ന് ടച്ച് ആവുന്ന രീതിയിൽ ഞാനൊന്ന് പരത്തി കൊടുത്തു. അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. കാരണം നമ്മുടെ റവ അത്യാവശ്യം നന്നായിട്ട് വേകണമല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ഡ്രൈ ആയിട്ട് റവ ഉണ്ടാക്കുന്നവരും നമ്മുടെ റവയെന്ന് പറയുന്നത് നന്നായിട്ട് വേവണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദനയും വയറ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും റവ വെന്തില്ലെങ്കിൽ. അതുകൊണ്ട് ധൃതി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, റവയുടെ വേവ് കറക്റ്റായോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിനുശേഷം എൻ്റെ അടിപൊളിയായിട്ടുള്ള ഇത്രേ ഉള്ളൂ, എൻ്റെ ഉപ്പുമാവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. എവിടെയെങ്കിലും വേവാതെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കട്ടയൊക്കെ ഞാനൊന്ന് പൊട്ടിച്ച് ഉടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഞാൻ വറ്റിച്ചെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റവ എന്ന് പറയുന്നത് ഒരുപാട് പൊലുപുലാന്നുള്ളതും ഇഷ്ടമല്ല, ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതും ഇഷ്ടമല്ല. ഒരു മീഡിയം പരുവത്തിലുള്ള റവയായിരിക്കണം, ഉപ്പുമാവായിരിക്കണം. പിന്നെ അതിൽ ആ ഒരു ഉഴുന്നും കടുകും ഒക്കെ കടിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ ആ ഒരു കൊക്കനട്ട് ഓയിലിൻ്റെയും ഗീയുടെയും ഒക്കെ ഒരു ഫ്ലേവറും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, എൻ്റെ അമ്മച്ചി എന്ന് പറയുന്നത് വലിയൊരു കുക്കാണ്. അപ്പം ഞാനിപ്പോൾ ദുബായിലാണ്, ഒരു 5 വർഷം 6 വർഷമായിട്ട് ഞാൻ ദുബായിലാണ്. അപ്പോൾ അമ്മച്ചി നാട്ടിലാണ്. ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ അമ്മച്ചിയുടെ റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അമ്മച്ചി എന്ന് പറയുന്നത് ഒരുപാട് ഡിഷസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് റെഡിയാക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മച്ചിയുടെ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല അടിപൊളി ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഉപ്പുമാവെന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഈ ഒരു ഉപ്പുമാവെന്ന് പറയുന്നത് തട്ടിക്കൂട്ടിയ ഒരു ഉപ്പുമാവല്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് അത്യാവശ്യം സമയമെടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് എങ്കിലും എടുത്ത് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കേണ്ട ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഉള്ളതുപോലെ പറയണമല്ലോ. 5 മിനിറ്റ്സിൽ റെഡിയാക്കുവാണെങ്കിൽ ഉപ്പുമാവിന് അതിൻ്റേതായ ഒരു ടേസ്റ്റേ ഉണ്ടാവത്തുള്ളൂ. 10 മിനിറ്റ്സ് വെച്ച് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സ്റ്റോപ്പ് ചെയ്തതും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്